ഹായ്, എഡ്ഗർ അലൻ പോ എന്ന മറ്റൊരു അമേരിക്കൻ കഥാകൃത്ത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കഥ ദ ടെൽ ടെയിൽ ഹാർട്ട്. ബികോം BBA ഓണേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള ഈ കഥയുടെ സമ്മറി നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ. നോക്കൂ, ദ ടെൽ ടെയിൽ ഹാർട്ട് ബൈ എഡ്ഗർ അലൻ പോ. എഡ്ഗർ അലൻ പോസ് ദ ടെൽ ടെയിൽ ഹാർട്ട് ഈസ് എ സൈക്കോളജിക്കൽ ത്രില്ലർ. ഇപ്പറഞ്ഞ ഈ കഥ ഒരു അടിപൊളി സൈക്കോളജിക്കൽ ത്രില്ലറാണ്. The story is narrated by an unnamed protagonist who insists on his sanity while describing the meticulous murder he committed. പേര് വെളിപ്പെടുത്താത്ത ഒരു നായക കഥാപാത്രമാണ് ഈ കഥ വിവരിക്കുന്നത്. താൻ അതിസൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകം അതിനെപ്പറ്റി വിവരിക്കുമ്പോൾ തൻ്റെ സ്വബോധത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. The narrator becomes obsessed with an old man's vulture-like eye, which he finds intolerable. ഒരു വൃദ്ധന്റെ അസഹനീയമെന്ന് തോന്നുന്ന കഴുകൻ കണ്ണുകൾ ഈ കഥ പറയുന്നയാളിനെ ഒരുമാതിരി ഭ്രാന്ത് പിടിപ്പിക്കുന്നു. This irrational obsession drives him to plot and execute the murder. യുക്തിരഹിതമായ ഈ ഒരുതരം ഭ്രാന്താണ് ഇപ്പറയപ്പെട്ട കൊലപാതകം ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും അയാളെ പ്രേരിപ്പിക്കുന്നത്. Over the course of 7 nights, the narrator sneaks into the old man's room as he sleeps. 7 രാത്രികളിൽ നമ്മുടെ ഈ കഥ പറയുന്നയാൾ ഇപ്പറയപ്പെട്ട ആ വൃദ്ധൻ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് മെല്ലെ നുഴഞ്ഞു കയറുന്നു. He waits for the perfect moment to act. He waits for the old man's eye to be open so he can act. കൊലപാതകം എന്ന തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റിയ നിമിഷത്തിനായി അയാൾ കാത്തിരിക്കുന്നു. അതായത് ആ വൃദ്ധന്റെ കണ്ണ് തുറക്കുന്നതിനായാണ് അയാൾ കാത്തിരിക്കുന്നത്. തുറക്കുമ്പോൾ കഥ കഴിക്കുക, അത് തന്നെ പദ്ധതി. On the 8th night, the old man wakes up. 8ാമത്തെ ദിവസം രാത്രി ആ വൃദ്ധൻ തൻ്റെ കണ്ണുകൾ തുറക്കുന്നു. Driven by the eye's gaze, the narrator smothers him to death. ആ കണ്ണുകളിലെ നോട്ടം അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അങ്ങനെ അപ്പോൾ തന്നെ അയാളെ അവൻ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു. Then he conceals the body beneath the floorboards. തുടർന്ന് ആ ശവശരീരം അയാൾ ഫ്ലോർ ബോർഡിനടിയിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്നു. Initially, the narrator feels triumphant. തുടക്കത്തിൽ താൻ വിജയശ്രീലാളിതനായെന്ന് ഈ കഥാകാരന് തോന്നുന്നു. He prides himself on his superb planning and execution. തൻ്റെ മികച്ച ആസൂത്രണത്തിലും നിർവഹണത്തിലും അദ്ദേഹം സ്വയം അഭിമാനിക്കുന്നു. He believes that no one will ever discover the crime. ഈ കുറ്റകൃത്യം ആരും ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. However, he is haunted by the sound of the old man's beating heart. എന്നാൽ ആ വൃദ്ധന്റെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം അവനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. Alerted by a neighbor who heard a scream, the police arrive to investigate. നിലവിളി കേട്ട് ഒരു അയൽവാസി അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം നടത്തുന്നു. The narrator remains confident. He even invites the officers to sit and chat in the room where the body is hidden. എന്നാൽ നമ്മുടെ കഥ പറയുന്നയാൾ നല്ല തികഞ്ഞ ആത്മവിശ്വാസം നിലനിർത്തുന്നു. മൃതദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മുറിയിൽ ഇരുന്ന് സംസാരിക്കാൻ പോലും അദ്ദേഹം ഉദ്യോഗസ്ഥരെ ക്ഷണിക്കുന്നു. Slowly he becomes overwhelmed by the unending sound of the heartbeat. പതിയെ പതിയെ ആ വൃദ്ധന്റെ ഹൃദയമിടിപ്പിന്റെ ഒടുങ്ങാത്ത ശബ്ദത്താൽ അവൻ തളർന്നു പോകുന്നു. ഇറ്റ് ഗ്രോസ് ലൗഡർ ആൻഡ് മോർ അൺബെയറബിൾ. അത് കൂടുതൽ കൂടുതൽ ഉച്ചത്തിൽ വളരുന്നു, കൂടുതൽ അസഹനീയമാവുകയും ചെയ്യുന്നു. ഫൈനലി ദ നാരേറ്റർ ബ്രേക്സ് ഡൗൺ ആൻഡ് കൺഫെസസ് ടു ദ ക്രൈം. അവസാനം ആഖ്യാതാവ് അവൻ്റെ മനസ്സ് തകർന്ന് കുറ്റം സമ്മതിക്കുന്നു. ദ ടെൽ ടെയിൽ ഹാർട്ട് ഈസ് എ ടെയിൽ ഓഫ് ഗിൽറ്റ്, madness and the relentless grip of conscience. ഇപ്പറഞ്ഞ ഈ ചെറുകഥ കുറ്റബോധത്തിൻ്റെയും ഭ്രാന്തിൻ്റെയും മനസ്സാക്ഷിയുടെ അശ്രാന്തമായ പിടിയുടെയും കഥയാണ്. This chilling tale showcases Poe's mastery of psychological horror.
സൈക്കോളജിക്കൽ ഹൊറർ കഥകൾ രചിക്കുന്നതിൽ ഉള്ള നമ്മുടെ പോ എന്ന കഥാകാരന്റെ വൈദഗ്ധ്യം ഈ കൊടും ഭീകര കഥ നമുക്ക് കാണിച്ചു തരുന്നു. ഇതാണ് സമ്മറി. വെൽ ഫ്രണ്ട്സ്, thank you for watching this video. I'll see you soon with another video. Till then, bye bye.